ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ അടുത്ത ചാപ്റ്റർ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് 4 ടോപ്പിക് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ ഡെഫിനിഷൻസ് ആണ്. ഇതിനകത്ത് കുറച്ച് ഡെഫിനിഷൻസ് നമുക്ക് നോക്കാനുണ്ട്, അത് നമുക്ക് നോക്കാം. ഓക്കെ, എന്താണ് ഇൻസോൾവൻസി അല്ലെങ്കിൽ ബാങ്ക്രപ്സി? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു കമ്പനിക്കോ കടങ്ങൾ തിരിച്ചടയ്ക്കാൻ പറ്റാത്ത അവസ്ഥേനെയാണ് ഇൻസോൾവൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു വ്യക്തി കടം എടുത്തു, അത് തിരിച്ചടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ അതിനെ ബാങ്ക്രപ്സി എന്ന് പറയും. ഇപ്പോൾ ഒരു കമ്പനി ഇതുപോലെ തന്നെ അവരുടെ കടങ്ങൾ തിരിച്ചടയ്ക്കാൻ പറ്റാത്ത അവസ്ഥേനെ നമ്മൾ ഇൻസോൾവൻസി എന്ന് പറയും. എന്താണ് ഈ IBC, ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ്? അതായത് ഇൻസോൾവൻസി റിലേറ്റഡ് ആയിട്ട് കുറേ ലോസ് ഉണ്ട്, അതുപോലെ തന്നെ ബാങ്ക്രപ്സി റിലേറ്റഡ് ആയിട്ട് വരുന്ന കുറേ ലോസ് ഉണ്ട്. അതെല്ലാം കൂടി ഒരൊറ്റ കുടക്കീഴിൽ ആക്കിയിരിക്കുന്നതാണ് ഈ IBC എന്ന് പറയുന്നത്. അതായത് കടപ്പാട് പ്രശ്നങ്ങൾ ഒരൊറ്റ നിയമത്തിലൂടെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് IBC കൊണ്ടുവന്നേക്കുന്നത്. ഇനി അടുത്ത IBCയുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റത്തെ ഒബ്ജക്റ്റീവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമയപരിധിക്കുള്ളിൽ കടങ്ങൾ തീർക്കാൻ ഇത് സഹായിക്കും. അതുപോലെ തന്നെ ഒരു കമ്പനി എപ്പോഴാണ് പാപ്പരാവുക? ആ കമ്പനിയുടെ അസറ്റിനേക്കാളും കൂടുതൽ ലയബിലിറ്റി വരുമ്പോഴാണ്. അപ്പോൾ IBCയുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ ആസ്തികളുടെ വാല്യൂ സംരക്ഷിക്കാനും വേണ്ടിയിട്ടാണത്. ഓക്കെ, പിന്നെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ താല്പര്യത്തെ സംരക്ഷിക്കാനും IBBIനെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ്. ഇനി അടുത്തത് ഈ IBC ഈ പറയുന്ന സ്ഥാപനത്തിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് കമ്പനീസ്, LLP, പാർട്ട്ണർഷിപ്പ് ഫേം, പിന്നെ ഇൻഡിവിജ്വൽസ്. IBC ഈ പറയുന്ന സ്ഥാപനത്തിലൊന്നും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് ബാങ്ക്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇൻഷുറൻസ് കമ്പനി, പിന്നെ ആസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി, മ്യൂച്വൽ ഫണ്ട്സ്, ഇവിടെ ഒന്നും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിന് സെപ്പറേറ്റ് അതിൻ്റേതായ ലോ ഉണ്ട്, അതിൻ്റേതായ ആക്റ്റുകളുണ്ട്. അതുകൊണ്ടാണ്. ഞാൻ IBCയുടെ ഭരണഘടന എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ. ഇതിനെ IBBI എന്ന് പറയും. അതായത് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിയന്ത്രിക്കുന്ന ദേശീയ റെഗുലേറ്ററി സ്ഥാപനമാണ് IBBI. ഞാൻ IBBIയുടെ കീഴിൽ 3 പേരുണ്ട്. ഇൻസോൾവൻസി പ്രൊഫഷണൽ ഏജൻസീസ്, ഇൻസോൾവൻസി പ്രൊഫഷണൽസ്, ഇൻഫോർമേഷൻ യൂട്ടിലിറ്റീസ്. ഞാൻ അടുത്തത് ഇൻസോൾവൻസി പ്രൊഫഷണൽ ഏജൻസീസ്. ഇതിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ IBBI അംഗീകാരം നൽകിയ ഇൻസോൾവൻസി പ്രൊഫഷണൽസ് ഉണ്ടാവുമല്ലോ, അവരെ എൻറോൾ ചെയ്ത് നിയന്ത്രിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇൻസോൾവൻസി പ്രൊഫഷണൽ ഏജൻസീസ്. ഇൻസോൾവൻസി പ്രൊഫഷണൽസ് ഇൻസോൾവൻസി അല്ലെങ്കിൽ ബാങ്ക്രപ്സി റിലേറ്റഡ് ആയിട്ട് വരുന്ന പ്രോസസ്സ് അത് നടത്താൻ അധികാരമുള്ള വ്യക്തിയാണ് ഇൻസോൾവൻസി പ്രൊഫഷണൽസ്. അതുമാത്രമല്ല ഈ IBBIയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി അടുത്തത് ഇൻഫോർമേഷൻ യൂട്ടിലിറ്റീസ്. ഇവിടെ കടം സംബന്ധിച്ചായിട്ടുള്ള സകല കാര്യങ്ങളും വിവരങ്ങളും ഇവിടെയാണ് സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കുന്ന ഒരു ഡിജിറ്റൽ റെക്കോർഡ് ബാങ്ക്. ഇനി അടുത്തത് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി. അതിനെപ്പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കോർപ്പറേറ്റ് സംബന്ധിച്ചായിട്ടുള്ള എന്തെങ്കിലും ഇൻസോൾവൻസി കാര്യങ്ങൾ വരുവാണെങ്കിൽ ഈ പറഞ്ഞ കോർപ്പറേറ്റ്സ് ആദ്യം NCLTനെ സമീപിക്കും. ഓക്കെ, NCLT എന്ന് വെച്ചാൽ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ. അത് കഴിഞ്ഞിട്ട് NCLATനെ സമീപിക്കും, നാഷണൽ കമ്പനി ലോ അപ്പീലേറ്റ് ട്രിബ്യൂണൽ. അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം സുപ്രീം കോർട്ട്. ഇനി അടുത്തത് ഇൻഡിവിജ്വൽ കേസാണ്. ഇപ്പോൾ ഒരു വ്യക്തിക്ക് ബാങ്ക്രപ്സി റിലേറ്റഡ് വരുന്ന എന്തെങ്കിലും ഇഷ്യൂസോ കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് DRTനെ സമീപിക്കാം. DRT എന്ന് വെച്ചാൽ ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണൽ. അത് കഴിഞ്ഞിട്ട് DRATനെ സമീപിക്കാം, ഡെപ്റ്റ് റിക്കവറി അപ്പീലേറ്റ് ട്രിബ്യൂണൽ. അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം സുപ്രീം കോർട്ട്. ഇപ്പോൾ ഡെഫിനിഷൻസ് ഒന്ന് നോക്കാം. കോർപ്പറേറ്റ് പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനീസ് ആക്റ്റിൽ രജിസ്റ്റർ ചെയ്തേക്കുന്ന കമ്പനീസ് ആവാം, LLP ആവാം, പാർട്ട്ണർഷിപ്പ് ഫേംസ് ആവാം, അങ്ങനെയൊക്കെ. അടുത്ത കോർപ്പറേറ്റ് ഡെപ്റ്റർ, അതായത് കടം മേടിച്ച് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത ആ വ്യക്തിനെയാണ് കോർപ്പറേറ്റ് ഡെപ്റ്റർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്രെഡിറ്റർ, അതായത് ആർക്കാണോ കടം കൊടുത്തത് ആ കടം കൊടുത്ത ആളെയാണ് ക്രെഡിറ്റർ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് ഫിനാൻഷ്യൽ ക്രെഡിറ്റർ ഉണ്ടാവാം, ഓപ്പറേഷണൽ ക്രെഡിറ്റർ, സെക്യൂർഡ് ക്രെഡിറ്റർ, അൺസെക്യൂർഡ് ക്രെഡിറ്റർ. ഇനി അടുത്ത ഡെഫിനിഷനാണ് ഡെപ്റ്റ്. ഡെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കടം, അതിന് ലൈബിലിറ്റി. ക്ലെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടാനുള്ള തുക. ഇപ്പോൾ കടം കൊടുത്തു, ഇത്ര എനിക്ക് കിട്ടാനുണ്ട്, അപ്പോൾ ആ തുകയാണ് നമ്മൾ ക്ലെയിംസ് എന്ന് പറയുന്നത്. ഡിഫോൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചടയ്ക്കാൻ പറ്റാത്ത കടങ്ങൾ, അതിനാണ് ഡിഫോൾട്ട്. ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ കടം അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് അടങ്ങിയൊരു ഇൻഫോർമേഷൻ ആവാം, അല്ലെങ്കിൽ ഒരാൾ പാപ്പരായി കഴിഞ്ഞാൽ അയാളുടെ ലൈബിലിറ്റീസ് സംബന്ധിച്ചായിട്ടുള്ള റെക്കോർഡ്സ് ആവാം, അല്ലെങ്കിൽ ആളുടെ അസറ്റിനെ കുറിച്ചിട്ടുള്ള റെക്കോർഡ്സ്, അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, അതിനെക്കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് ആവാം ഈ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇനി അടുത്ത ഫിനാൻഷ്യൽ ക്രെഡിറ്റർ, ഫിനാൻഷ്യൽ ഡെപ്റ്റ്, അത് നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഫിനാൻഷ്യൽ ക്രെഡിറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ
സമയമൂല്യം ഉൾപ്പെടുന്ന സാമ്പത്തിക കടം അത് നൽകിയ വ്യക്തിയെയോ സ്ഥാപനത്തെയോ ആണ് നമ്മൾ ഫിനാൻഷ്യൽ ക്രെഡിറ്റർ എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ ഡെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു, നമ്മൾ ഫുൾ ലോൺ എമൗണ്ട് തിരിച്ചടയ്ക്കുമ്പോൾ അതിൻ്റെ അകത്ത് പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റും കൂടി ഉണ്ടാവും. അതായത് പലിശ ഉൾപ്പെടെയുള്ള തിരിച്ചടവിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ഡെപ്റ്റ് എന്നുള്ളത്. അതിനെയാണ് നമ്മൾ ടൈം വാല്യൂ ഓഫ് മണി അല്ലെങ്കിൽ സമയമൂല്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ഓപ്പറേഷണൽ ഡെപ്റ്റ് അല്ലെങ്കിൽ ഓപ്പറേഷണൽ ക്രെഡിറ്റർ അതെന്താണെന്ന് നോക്കാം. അതായത് ഇപ്പോൾ ഏതെങ്കിലും സാധനങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും സേവനങ്ങൾ നൽകുന്ന സ്ഥാപനമോ അല്ലെങ്കിൽ വ്യക്തിയെയാണ് നമ്മൾ ഓപ്പറേഷണൽ ക്രെഡിറ്റർ എന്നുള്ളത്. ഓപ്പറേഷണൽ ഡെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ടൈം വാല്യൂ ഓഫ് മണി ഉണ്ടാവില്ല ഇതിൻ്റെ അകത്ത്. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഗുഡ്സ് നമ്മൾ കടമായിട്ട് മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ പൈസ മാത്രം, ഗുഡ്സിൻ്റെ പൈസ മാത്രം നമ്മൾ കൊടുത്താൽ മതി. ഓക്കെ, ഇനി അടുത്തത് പേഴ്സൺ, ഇൻഡിവിജ്വൽ, HUF, കമ്പനി, ട്രസ്റ്റ്, പാർട്ണർഷിപ്പ്, ഫേം, LLP, പിന്നെ ഇതിൽ എൻറ്റൈറ്റി, അതൊക്കെ പേഴ്സൺ എന്ന് പറയാം. സെക്യൂർഡ് ക്രെഡിറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബാങ്ക്, ഇപ്പോൾ നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു സെക്യൂരിറ്റി ബാങ്കുകാർ മേടിക്കും, അതിനെയാണ് സെക്യൂർഡ് ക്രെഡിറ്റർ. അടുത്ത സെക്യൂരിറ്റി ഇൻട്രസ്റ്റ്, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി, അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി, ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ അതുപോലെ തന്നെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഇപ്പോൾ കുറച്ച് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനി അടുത്ത കോർപ്പറേറ്റ് ആപ്ലിക്കൻറ്റ്. കോർപ്പറേറ്റ് ആപ്ലിക്കൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഈ ഇൻസോൾവൻസിക്ക് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ നൽകുന്ന ഏതെങ്കിലും അധികാരമുള്ള വ്യക്തിയാണ്. ഓക്കെ, അതിനെയാണ് നമ്മൾ കോർപ്പറേറ്റ് ആപ്ലിക്കൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അത് ചിലപ്പോൾ കമ്പനി തന്നെ ആവാം, അല്ലെങ്കിൽ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന പാർട്ട്നേഴ്സ് ആവാം, അല്ലെങ്കിൽ മെമ്പേഴ്സ് ആവാം, അല്ലെങ്കിൽ മാനേജർ ആവാം, അല്ലെങ്കിൽ അത് കമ്പനിയുടെ ഇത് സൂപ്പർവൈസ് ചെയ്യണ ആരെങ്കിലും ആവാം. ഇനി അടുത്ത ഡിസ്പ്യൂട്ട്, ഫിനാൻഷ്യൽ പൊസിഷൻ, ഇതൊക്കെ വായിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. ഇനി അടുത്തത് ഇനീഷ്യേഷൻ ഡേറ്റ്, അതായത് CIRP ആരംഭിക്കാൻ വേണ്ടിയിട്ട് അപേക്ഷ ഏത് ദിവസം മുതലാണോ കൊടുത്തത് ആ ഡേറ്റിനാണ് ഇനീഷ്യേഷൻ ഡേറ്റ് എന്നുള്ളത്. CIRP പ്രോസസ്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം, അടുത്ത സെക്ഷൻ അതാണ്. ഇനി അടുത്തത് ഇൻസോൾവൻസി കമൻസ്മെൻറ്റ് ഡേറ്റ്. ഇതിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റീസ് അല്ലേ, അവർ ആപ്ലിക്കേഷൻ സ്വീകരിച്ച് CIRP പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണ ആ ഡേറ്റിനാണ് ഇൻസോൾവൻസി കമൻസ്മെൻറ്റ് ഡേറ്റ്. അടുത്ത ലിക്വിഡേഷൻ കമൻസ്മെൻറ്റ് ഡേറ്റ്. ഏത് ഡേറ്റ് മുതലാണോ ലിക്വിഡേഷൻ പ്രോസസ്സ് ആരംഭിക്കുന്നത് ആ ഡേറ്റിനാണ് ലിക്വിഡേഷൻ കമൻസ്മെൻറ്റ് ഡേറ്റ് എന്നുള്ളത്. പിന്നെ ഓപ്പറേഷണൽ ക്രെഡിറ്റ് അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തല്ലോ. പിന്നെ റിലേറ്റഡ് പാർട്ടി അത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇനി അടുത്ത റെസൊല്യൂഷൻ പ്ലാൻ. റെസൊല്യൂഷൻ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കടം അടയ്ക്കാൻ പറ്റാത്ത കമ്പനികളുണ്ടാവുമല്ലോ, അവരെ ലിക്വിഡേഷൻ ചെയ്യാതെ തന്നെ എങ്ങനെ അവരെ തിരികെ കൊണ്ടുവരാം, അങ്ങനെ പ്ലാൻ ചെയ്യുന്ന ആ ഒരു പദ്ധതിനെയാണ് നമ്മൾ റെസൊല്യൂഷൻ പ്ലാൻ എന്ന് പറയുന്നത്. റെസൊല്യൂഷൻ പ്രൊഫഷണൽ, അതായത് CIRP പ്രോസസ്സ് മുഴുവനായിട്ട് ഏറ്റെടുത്ത് നടത്താൻ അധികാരമുള്ള ആ വ്യക്തിയെയാണ് റെസൊല്യൂഷൻ പ്രൊഫഷണൽ എന്ന് പറയുന്നത്. ഇനി അടുത്ത റെസൊല്യൂഷൻ ആപ്ലിക്കൻ്റ്. ഈ റെസൊല്യൂഷൻ പ്ലാൻ ആരാണോ സബ്മിറ്റ് ചെയ്യണത് അവരെയാണ് നമ്മൾ റെസൊല്യൂഷൻ ആപ്ലിക്കൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ ഡെഫിനിഷൻസ്.